ചേട്ടാ നമസ്കാരം. തമിഴ്നാട്ടിൽ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം തമിഴ്നാട്ടിൽ സ്റ്റാലിൻ തുടങ്ങി. പക്ഷേ ഡി എം കെക്ക് അകത്ത് നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിന് ഉണ്ടാകുന്നുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഒരു കുടുംബവാഴ്ചയാണ് ഡി എം കെക്ക് അകത്ത് നടക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഡി എം കെയുടെ അണികൾക്ക് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഈ വിഷയത്തോട് ഉണ്ടാകുന്നുണ്ട്. ഈ ഉടനെ തന്നെ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള പ്രഖ്യാപനം ഉണ്ടാകും, അടുത്ത മാസം തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചോദിക്കാനുള്ളത്, എന്താണ് അവിടെ തമിഴ്നാട്ടിൽ അണ്ണാമലൈ നടത്താൻ പോകുന്ന അടുത്ത നീക്കം? വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രംഗത്തെത്തുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ തമിഴ്നാട്ടിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്? തമിഴ്നാട്ടില് ഒരു അണ്ണാമലൈ എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷെ അത് പലർക്കും പറയാൻ ഒരു മടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉദയനിധി സ്റ്റാലിനെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ യൂത്തിന് വലിയ ഇമ്പോർട്ടന്റ് വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. യൂത്ത് ലീഡേഴ്സ്, ഡൈനാമിക് ലീഡേഴ്സ്. അതിന് തുടക്കം കുറിച്ചത് അണ്ണാമലയാണ്. അണ്ണാമലയുടെ ഈ പദയാത്ര, അണ്ണാമലയുടെ ഓരോ കാര്യത്തിലും ഇടപെടല്, അത് യൂത്തിനിടയില്, സ്ത്രീകൾക്കിടയിലൊക്കെ വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയും. അതായത് പരമ്പരാഗതമായി നാം കണ്ടുവരുന്ന പൊളിറ്റീഷ്യൻസിനെ അപേക്ഷിച്ച്, അതായത് ഇപ്പം സ്റ്റാലിനെ പോലെയുള്ള വലിയ സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന്റെ വ്യത്യസ്തമായ രീതിയിലേക്കാണ് യൂത്ത് ആയിട്ടുള്ള അണ്ണാമലൈ വരുന്നത്. അതായത് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കയറുന്നു, ചാടിയിറങ്ങുന്നു, കൊടി കൊഴിച്ചിടുന്നു, എല്ലാ വിഷയങ്ങളും സജീവമായി ഇടപെടുന്നു, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പത്രസമ്മേളനങ്ങൾ. ഇത് എല്ലാ പാർട്ടികളെയും തമിഴ്നാട്ടിൽ മാറി ചിന്തിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ അടുത്ത് തന്നെ വിജയ് കൂടെ കളത്തിലിറങ്ങുമ്പോൾ ഒരു ആക്ഷൻ ഫിലിം പോലെ വരും. അതായത് യൂത്തിന്റെ ഒരു ഐക്കണായിട്ട് വിജയ് കൂടെ മാറുമ്പോൾ സ്വാഭാവികമായി അതിനകത്ത് പണി വാങ്ങുന്ന ഡി എം കെ ആണ്. കാരണം ഡി എം കെയുടെ ഈ അണികളിൽ ഒരു വലിയ ഭാഗം ഈ വിജയുടെ ആരാധകർ കൂടിയാണ്. എന്നാൽ ഡി എം കെയുടെ നേതാവ് ഉദയനിധി സ്റ്റാലിൻ സിനിമാ താരമാണെങ്കിലും വലിയ ആരാധക വൃന്ദമൊന്നുമില്ല. അപ്പൊ വിജയ് കൂടെ ഇറങ്ങി കഴിയുമ്പോൾ അവിടെ യൂത്തിന്റെ കളിയായിരിക്കും. ഒരുപക്ഷെ ഈ ബി ജെ പിയും ഈ വിജയുടെ പാർട്ടിയും കൂടെ സഖ്യത്തിൽ പോകാം. ഇല്ല എങ്കിൽ അവിടുത്തെ രണ്ട് യൂത്ത് ഐക്കന്മാരായിട്ടുള്ള അണ്ണാമലൈ വിജയുമായി രണ്ട് സൈഡിൽ നിന്ന് പോരടിക്കുന്ന ഒരു പോരാട്ടം ഉണ്ടാകും. അവിടെ പോകാമെന്നുള്ള ഒരു കാര്യം ബിചേട്ടൻ പറയുന്നതിനോട് എനിക്ക് തോന്നുന്നില്ല. കാരണം വിജയ് ലക്ഷ്യം വെക്കുന്നത് ഇപ്പോഴും എപ്പോഴും ബി ജെ പി ആണ്, കേന്ദ്രത്തിനെയാണ്. വിജയ് ഇതുവരെ ഡി എം കെക്ക് എതിരെ ഒരു കാര്യം പോലും അവിടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ കള്ളക്കുറിച്ചി മദ്യദുരന്തം ഉണ്ടായപ്പോൾ പോലും വിജയ് മൗനം പാലിക്കുകയാണ് ചെയ്തത്. നടത്തിയിട്ടുള്ളതെല്ലാം ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് വിജയ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ വിജയ് ബി ജെ പി ആയിട്ട് സഖ്യത്തിൽ പോവുക എന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ സഖ്യത്തിൽ പോകുമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ സാധ്യതകളാണ്. രാഷ്ട്രീയത്തിൽ ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ജമ്മു കാശ്മീരിലെ പി ഡി പി എന്നൊരു പാർട്ടി കേട്ടിട്ടുണ്ടോ? അതായത് വിഘടനവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മെഹബൂബ മുഫ്തിയുടെ പാർട്ടി. ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ശത്രു ആരാ? ബി ജെ പി ആണ്. ബി ജെ പിയുടെ പ്രഖ്യാപിത ശത്രു ആരാ? പി ഡി പി ആണ്. ഇവര് തമ്മിൽ ചേർന്ന് 4 വർഷം കാശ്മീർ ഭരിച്ചു. ഇതിനെക്കുറിച്ച് എ ബി വാജ്പേയി പണ്ട് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തെ കുറിച്ച് അസാധ്യമായതൊന്നുമില്ല, ശത്രുക്കളുമില്ല, എന്തും ഏത് നിമിഷവും സംഭവിക്കാം. ഇടതുപക്ഷം ബി ജെ പി പിന്തുണച്ച് കേന്ദ്രം ഭരിച്ചിട്ടില്ലേ? ഇടതുപക്ഷത്തിനും പ്രഖ്യാപിത ശത്രു ബി ജെ പി അല്ലേ? ബി ജെ പി പ്രഖ്യാപിത ശത്രു സി പി എം ആണ്. പണ്ടെന്നല്ല, രാഷ്ട്രീയ സമയം അങ്ങനല്ല. ബി ജെ പി ഒന്നുമല്ലായിരുന്ന സമയത്തല്ല, ബി ജെ പിക്ക് 89 സീറ്റ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ, ഒന്നുമല്ലായിരുന്ന സമയത്തൊന്നുമല്ല. അന്ന് ബി ജെ പി തീവ്രമായി തന്നെ രാമക്ഷേത്രം ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് തന്നെ. അതായത് ഇപ്പോഴുള്ള ബി ജെ പി ആണ് പിന്നെ നമുക്ക് സമാധാനമുണ്ട്, കുറെ മതേതരമാണ് ഇപ്പോഴത്തെ ബി ജെ പി. അതും വളരെ പക്ക എൽക്കാദ്വാനൊക്കെ തനി വർഗീയം പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഈ അണ്ണന്മാര് പോയി പിന്തുണച്ച് നിന്നത്. അന്ന് സി പി എമ്മും വലിയ ശക്തിയാണ്. ഇന്നിപ്പോ സി പി എം വലിയ ശക്തിയല്ല. ആ പറയുന്ന ബി ജെ പി മതേതര പാർട്ടിയായി മാറുകയും ചെയ്തു. ഇപ്പോഴാണ് സി പി എം പിന്തുണച്ചിരുന്നെങ്കിൽ ആർക്കൊന്നും പറയാനല്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ചിരവൈരികളുടെ ശത്രുക്കളില്ല. ഞാൻ വിജയുമായി സഖ്യത്തിൽ പോകും എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം അവിടെ ഇനി വരാൻ സാധ്യതയുള്ള ഒരു സഖ്യം ഈ ബി ജെ പി എ ഡി എം കെ സഖ്യം സാധ്യതകളുണ്ട്. ആ ഒരു സഖ്യമായിരിക്കും പ്രധാനപ്പെട്ട് വരാൻ സാധ്യതയുള്ളത്. അതും അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എ ഡി എം കെ എന്ന് പറഞ്ഞ പാർട്ടിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഇനിയിപ്പോ ബി ജെ പിയുടെ ഒരു ഹെൽപ്പ് കൂടെ ആവശ്യമാണ്. മുമ്പെന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ അത് പറ്റില്ല. കാരണം ഇത് അവരുടെ വോട്ട് ശതമാനം വല്ലാതെ കൂടിയിട്ടുണ്ട് ബി ജെ പിയുടെ. എന്നാൽ ബി ജെ പിക്കും ഒറ്റയ്ക്ക് നിന്നിട്ട് തമിഴ്നാട്ടിൽ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. അവർക്കും ഈ എ ഡി എം കെ, അതായത് നമ്മൾ പറയില്ലേ, രണ്ട് ആളുകൾ, അവർക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നാൽ ഒരു വലിയ വിജയം നേടും. ഇപ്പോഴത്തെ വോട്ടിംഗ് പെർസെന്റേജ് ധനുഷ് നോക്കിക്കേ. ഈ തമിഴ്നാട്ടിലെ ഈ രണ്ട് പാർട്ടികൾക്കും കിട്ടിയ വോട്ടൊന്ന് കൂട്ടി നോക്കിക്കേ. ഡി എം കെ മുന്നണിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ ഇവർക്കുണ്ട്. ഇതിന് സമാനമായ ഒരു സാധനമാണ് നമ്മുടെ പഞ്ചാബില്.
പഞ്ചാബില് ഈ ശിരോമണി അകാലിദളിന്റെ സഖ്യകക്ഷിയായിരുന്നു BJP. അവർ തമ്മിൽ പിണങ്ങി. ഇപ്പോഴ് അവിടുത്തെ വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടി നോക്കിയാൽ ശിരോമണി അകാലിദളും ഇവിടെ കൈകോർത്ത് കഴിഞ്ഞാൽ നിയമസഭയിൽ എത്ര സീറ്റ് നേടാമെന്ന് നോക്കിയാൽ അവിടെയാണ് ഉം, അതിന്റെ ടെക്നിക്ക്. ഈ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും എന്തും ട്വിസ്റ്റുകൾ സംഭവിക്കാം. ഇപ്പൊ ഈ വിജയ് ഉം, നിൽക്കുന്നത് വിജയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സിനിമാ താരമാണ്. ഈ സിനിമയിലെ പുള്ളി മതേതരത്വത്തിന്റെ ആളായിട്ടും എല്ലാവരും സ്നേഹിച്ചൊക്കെ മുമ്പോട്ടുണ്ടത്. ഈ ഒരു ബിംബമായിട്ടാണ് അദ്ദേഹം പൊളിറ്റിക്സിൽ ഇറങ്ങുന്നത്. മുമ്പ് നമ്മൾ ഇങ്ങനെ ഉം, നമ്മൾ തമ്മിൽ ഇരുന്നൊരു ചർച്ച ചെയ്ത് നമ്മൾ വിജയ് മാത്രം ചർച്ച ചെയ്തിട്ടൊരു സാധനമുണ്ട്, വിജയ് ഇറങ്ങിയ രക്ഷപ്പെടുമോ. അന്ന് ഉം, ഞാൻ ഉം, പറഞ്ഞൊരു കാര്യമുണ്ട്, രക്ഷപ്പെടാൻ വളരെ പ്രയാസകരമാണ്. കാരണം ഉം, ഈ വിജയ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് വിജയുടെ. ആ ഇമേജ് തകർത്തുകൊണ്ട് വരാൻ കഴിയില്ല. കാരണം ഈ മതേതരത്വം, സർവ്വജന സ്നേഹം ഇതൊക്കെ വെച്ച് പോകുമ്പോൾ അത് ഒരിക്കലും ഈ പൊളിറ്റിക്സിൽ ക്ലച്ച് പിടിക്കാത്തൊരു സാധനമാണ്. ഉം, കാരണം ഇതിനകത്ത് ശക്തമായി പ്രതികരിക്കുകയും ഓരോ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ അതിന് ഒരു മറുവശം ഉണ്ടാകും. അതായത് നമുക്ക് ഒരു നിലപാടാണ് ആദ്യം വേണ്ടത്. ഇപ്പൊ നമ്മളിപ്പം ഈ സ്വാഭാവികമായിട്ട് പുതിയതായിട്ട് വരുന്നൊരു പാർട്ടിക്ക് പെട്ടെന്ന് ക്ലച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സർക്കാരിന് എതിരായി നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത്? സർക്കാരിന് ഉം, അനുകൂലമായി നിൽക്കുന്ന മാധ്യമങ്ങൾ താഴെ പോകും, റീച്ച് കുറയും, ഡൗൺ ആകും. സർക്കാർ ഉം, ഉം, വിരുദ്ധമായി നിൽക്കുന്ന മാധ്യമങ്ങൾ മുമ്പോട്ട് വരും. ഇതൊരു കോമൺ ആയിട്ടുള്ള ഉം, ഒരു സൈക്കോളജിയാണ്. അപ്പൊ പുതിയതായിട്ട് വരുന്ന ഉം, രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം ചെയ്യുന്നത് കേന്ദ്രത്തെ കുറ്റം പറയും. ധനുഷ് നേരത്തെ പറഞ്ഞ പുള്ളി DMK സർക്കാരിനെ കുറ്റം പറയുന്നുമില്ല. ഉം, ഇവിടെയാണ് വിജയ്ക്ക് പറ്റാൻ പോകുന്ന ആദ്യത്തെ പാളിച്ച. പക്ഷെ ഉം. അണ്ണാമലയെ സംബന്ധിച്ച് റൂട്ട് ക്ലിയർ ആണ്. പുള്ളിക്ക് DMK മാത്രം എതിർത്ത് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. പക്ഷെ വിജയ് എനിക്ക് തോന്നുന്നത് DMKയ്ക്കും ഒപ്പം തന്നെ BJPക്കും എതിരായിട്ടൊരു ഫൈറ്റിലൂടെയാണ് തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി പുള്ളിക്ക് മുന്നേറാൻ പറ്റും. അല്ലാതെ അല്ല, DMK സപ്പോർട്ട് വിജയുടെ ചെയ്യുകയും മുമ്പിൽ ഇതിലൊരു സംഭവം, വിജയുടെ മുമ്പിൽ രജനീകാന്തിന്റെ വലിയൊരു പാഠം കിടപ്പുണ്ട്. കാരണം BJPയുടെ കൂടെ ചേർന്ന് നിൽക്കും രജനീകാന്ത് എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചാരണം രജനീകാന്ത് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രജനീകാന്ത് എന്ന് പറഞ്ഞ വിജയെക്കാട്ടിലും ഫാൻ ബേസ് ഉള്ള ഒരു ആളാണ് അവിടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ രജനീകാന്ത് BJPയുടെ കൂടെ ചേർന്ന് നിൽക്കും. രജനീകാന്തിന്റെ അതായത് രാഷ്ട്രീയ ഉപദേശകൻ തന്നെ RSSൽ നിന്നുള്ള ആളാണ് എന്നുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ രജനീകാന്തിന്റെ അവിടുത്തെ ഫാൻ ബേസ് വലിയ രീതിയിൽ ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഫാൻ ബേസ് ഇടിയുക മാത്രമല്ല, രജനീകാന്തിന്റെ പല സിനിമകളും പരാജയപ്പെട്ടു. നല്ല സിനിമകൾ വേണ്ടത്ര വിജയം നേടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ രജനീകാന്ത് അവസാനം എന്താണ്, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന്, അപ്പൊ കോവിഡ് കൂടെയായി, അപ്പൊ ആ ഒരു അവസരം മുതലെടുത്ത് രജനീകാന്ത് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും പുറകോട്ട് പോവുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ രജനീകാന്തിന്റെ അവസ്ഥ തന്നെ അപ്പൊ RSSന്റെ ഒരു പിന്നെ ഇടയ്ക്കിടയ്ക്ക് രജനീകാന്ത് അവിടെ അമിത്ഷായ്ക്ക് അനുകൂലമായിട്ടും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടും പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടുവരുന്നു. അപ്പൊ നരേന്ദ്രമോദി ശക്തിശാലിയാണോ എന്ന് ചോദിക്കുമ്പോൾ രജനീകാന്ത് പറയുന്നത് 10 പേര് ചേർന്ന് നിന്ന് ഒരാളെ എതിർക്കുകയാണെങ്കിൽ ആ 10 പേരാണോ ശക്തിശാലി, അതേ എതിർക്കപ്പെടുന്ന ഒരാളാണോ ശക്തിശാലി എന്ന് ഒക്കെ വലിയ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. അതോടുകൂടി രജനീകാന്തിന്റെ അവിടെ മാർക്കറ്റ് ഗംഭീരമായിട്ട് ഇടിയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് രജനീകാന്ത് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി BJPയെ പിന്തുണച്ചത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് രജനീകാന്ത് പൊളിറ്റിക്സിൽ നിന്ന് പിന്നോട്ട് മാറിയപ്പോ DMK വീണ്ടും രജനീകാന്തിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ധനുഷേ, ഈ വിജയ് ഉം. ഇപ്പോൾ ചെയ്ത് നിൽക്കുന്ന നിലപാട് ഈ DMK പിന്തുണച്ചുകൊണ്ട് ഉം. അദ്ദേഹം പോയാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും? വിജയ്ക്ക് DMK പിന്തുണച്ചുകൊണ്ട് ചീട്ടുകൊട്ട ഉം, പോയാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പ്രസക്തിയില്ല. ഉം, കാരണം പിന്നെ ഒന്ന്, ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ തലപ്പത്തേക്ക് വരുന്നത്. യങ് ആണ്, സിനിമാ താരമാണ്. കേൾക്കാമോ? ഉം. കേൾക്കാം. യങ് ആണ്, യങ് ആണ്, സിനിമാ താരമാണ്. അതായത് കുടുംബാധിപത്യമുള്ള പാർട്ടിയാണ്, സ്റ്റാലിന്റെ സ്വന്തം മകനാണ്. അങ്ങനെയൊക്കെ ഉള്ള ഉം, ഒരാൾ രംഗത്തെത്തുമ്പോൾ അവിടെ ആ DMK സപ്പോർട്ട് ചെയ്തൊരു വിജയ് പോലൊരു താരം തന്റെ പാർട്ടിയുമായി രംഗത്തെത്തിക്കഴിഞ്ഞാൽ ആ ഉം, പാർട്ടിയെ പതുക്കെ പതുക്കെ തളർത്തി കാരണം ഈ അതിനകത്ത് പോകുന്നു ഒരു പാർട്ടിയിലേക്ക്, പുതിയതായി വരുന്ന ഒരു പാർട്ടിയിലേക്ക് അണികൾ പോകുന്നത് എപ്പോഴാണ്? അത് വ്യത്യസ്തമാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഉം, ഈ BJPക്കാർ നാഴിക നാപ്പോട്ടം പറഞ്ഞു ഞങ്ങൾ വ്യത്യസ്തമായ പാർട്ടിയാണെന്ന് അവർ പറയാൻ കാരണം വ്യത്യസ്തത ഉണ്ടെങ്കിൽ ആള് പോകാറുള്ളൂ. ഈ DMKയെ ഉം, വിജയ് പിന്തുണയ്ക്കുകയോ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായി തന്നെ DMK മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായി വിജയ് മാറും. അതായത് ഉം, ഈ വിജയ് ഒരു ഘടകകക്ഷിയായി മാറണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി രൂപീകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഈ ഉം, ഫാൻസിൽപ്പെടുന്ന രണ്ടുപേർക്ക് ഏതെങ്കിലും ഒരു സീറ്റ് വാങ്ങിക്കൊടുത്താൽ പോരെ. അദ്ദേഹം പറയുന്നതൊക്കെ അവർ ഉം, നിൽക്കും. ഈ പൈസ മുടക്കേണ്ട കാര്യമില്ല, ഈ യൂണിറ്റുകൾ ഉം, ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ പുള്ളിക്കില്ല. പുള്ളി പറയുന്നത് ഞാൻ ഉം, പ്രചരണത്തിന് ഇറങ്ങാം, ഞാൻ DMK മുന്നണിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാം, എന്റെ ഒരു 4 പേരുണ്ട്, അവർക്ക് ലോക്സഭ ഉം, സീറ്റ് കൊടുക്കണം, എന്റെ ഉം, ഒരു 10 പേർക്ക് നിയമസഭയിൽ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ പൊന്നുപോലെ സമ്മതിക്കും. ഈ റിസ്ക് എന്തിനാ വിജയ് എടുക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ.
സ്വാഭാവികമായി തന്നെ ഈ എതിരാളികൾ ഉണ്ടാകണം. ഇപ്പൊ വിജയെ സംബന്ധിച്ച് ഈ രണ്ട് കൂട്ടരെ എതിർത്ത് മുൻപോട്ട് വരാമെങ്കിൽ വിജയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. ADMKക്ക് സംഭവിച്ചത് എന്താണ്? ഈ BJP എങ്ങനെ വളർന്നു എന്ന് വെച്ചാൽ ഈ ADMK ആണ് ശരിക്കും ഈ സ്റ്റാലിനെതിരെ പോരടിക്കേണ്ടത്. സ്റ്റാലിൻ അധികാരത്തിൽ ഏറിയപ്പോൾ മുതൽ പോരടിച്ചില്ലെങ്കിൽ അതിനെതിരെ നിലകൊള്ളേണ്ട പ്രതിപക്ഷമായിരുന്നു നമ്മളുടെ. കേൾക്കാമോ? ADMK കേൾക്കാം. ADMK കേൾക്കാം. ADMK. പക്ഷെ അവർ നാളിതുവരെ അല്ല, തമ്മിൽ തല്ലെന്ന് മാത്രമല്ല, നാളിതുവരെ സ്റ്റാലിനെതിരെ DMKക്കെതിരെ ഒന്നും പറഞ്ഞില്ല. അവിടെയാണ് അണ്ണാമല ആ സ്പേസ് മുതലെടുത്തത്. സ്റ്റാലിനെതിരെ തുറന്നു പറയാനൊരു ധൈര്യം കാണിച്ചൊരു നേതാവ് എന്ന നിലയിലേക്ക് അണ്ണാമല സ്പേസ് മുതലെടുത്തു. ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ കൂടെ ഒരു കളിയാണ്. ആ സ്പേസ് അദ്ദേഹം മുതലെടുത്തു. അവിടെയാണ് ADMKക്ക് പാളിച്ച പറ്റിയത്, അവർ താഴോട്ട് പോകാൻ തുടങ്ങിയത്. ഈ വിജയ് വന്നിട്ട് DMKക്ക് ഒരു സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ കമലഹാസൻ സപ്പോർട്ട് ചെയ്തപ്പോ കമലഹാസനും പൊളിഞ്ഞു പോയില്ലേ? സപ്പോർട്ട് ചെയ്യുക, കേന്ദ്രത്തെ എതിർത്ത് പറയാം. കാരണം തമിഴ്നാട്ടിലെ സംബന്ധിച്ച് BJP ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം BJP വിരുദ്ധ പാർട്ടികളാണ്. എല്ലാവരും BJPക്കെതിരാണ്. ADMK BJPക്കെതിരാണ്, DMK BJPക്കെതിരാണ്, ചെറിയതും വലുതുമായ എല്ലാവരും BJPക്കെതിരാണ്. നേരത്തെ ധനുഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിത്ഷാ പറഞ്ഞ പോലെ ഈ 10 പേര് എതിർക്കുന്ന BJPക്ക് അതുകൊണ്ട് തന്നെ ആ എതിർപ്പ് ഈ പറയുന്ന 10 പേരുടെ എതിർപ്പുള്ളവരുണ്ടാകുമല്ലോ. അവർക്ക് പിന്നെ മുൻപിന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നേരെ ഇങ്ങോട്ടേക്ക് ചാടിയാൽ മതി BJPയിലേക്ക്. നേരെ മറിച്ച് BJP ഒരു ഡബിൾ സ്റ്റാൻഡ് കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ BJPക്ക് മുമ്പോട്ട് ഡബിൾ സ്റ്റാൻഡുകൾ ഒരിക്കലും മുമ്പോട്ട് പോയില്ല. നമ്മുടെ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പരാജയത്തിന്റെ കാരണം ഈ കേരളത്തിൽ മിക്കവാറും ഈ പിണറായി സർക്കാരിന് അനുകൂലമായിട്ടാണ് പലപ്പോഴും നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഈ സതീശന്റെ ആയാലും മറ്റുള്ളതൊക്കെ ആയാലും അവിടെയാണ് അവരോട് ജനത്തിന് ദേഷ്യം വരുന്നത്. അല്ല, നിങ്ങൾ ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കണ്ടേ? അവർക്കെതിരെയുള്ള അഴിമതികൾ തുറന്നു കാണിക്കാനും അവർക്കെതിരെയുള്ള സമരങ്ങൾ കടിപ്പിക്കാനും ഒക്കെ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പിണറായി സർക്കാർ പലപ്പോഴും പ്രതിസന്ധികളിൽ പെടുമ്പോൾ ഈ VD സതീശനെ പോലുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അവരെ രക്ഷിക്കാൻ വരുന്നത്. അതിന്റെ അവരെന്താ അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ അവര് സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതല്ല. കാരണം ഇതിനകത്ത് ഇവിടെ കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നം, ആരാണ് BJP എതിർക്കുന്നത്? കാരണം ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായതുകൊണ്ട് ഈ BJP എതിർക്കുന്നവർക്ക് മുൻതൂക്കം കിട്ടും. അതിനുള്ളൊരു മത്സരം നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവർ രണ്ടു കൂട്ടരും BJPയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ആര് ടാർഗറ്റ് ചെയ്യും? ഇവിടുത്തെ BJP ഉണ്ട്. BJPക്ക് ആണെങ്കിൽ ആ സ്പേസ് മുതലെടുക്കാൻ അറിയത്തുമില്ല. നിലവിൽ ഈ സംസ്ഥാന CPM-നെതിരെ ഇപ്പൊ കോൺഗ്രസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ CPM-ന്റെ അണികളെല്ലാം കൂടെ പറയും BJPയെ സഹായിക്കുന്നവർ. ആ പേരുദോഷം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ് ഒന്നും ഈ സർക്കാരിനെതിരെ അനങ്ങാതെ നിൽക്കുന്നത്. പകരം അവർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. CPM എന്താ ചെയ്യുന്നത്? അവരും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ജനത്തിന് കേന്ദ്രമല്ലല്ലോ, അവർക്ക് അവരുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണ്ടേ? അതാണ് കോൺഗ്രസിനോട് പറ്റിയത്. ഈ സമാനമായ രീതിയിലേക്ക് വിജയുടെ ഇങ്ങനെയാണെങ്കിൽ പോകും. കാരണം അദ്ദേഹത്തിന് കളം പിടിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടിടത്തും എതിർത്ത് നിന്ന് വ്യത്യസ്തമായ ഒരു പാർട്ടി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ യൂത്തിന്റെ ഒരു കളിയാണ് ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഉദയനിധി സ്റ്റാലിൻ വരുന്നത്. ഉദയനിധി സ്റ്റാലിൻ ചുമ്മാതെ വന്നൊരു മുഖ്യമന്ത്രി പോലെ ആകില്ല. അദ്ദേഹം ഒരു സിനിമാ താരം കൂടിയാണ്. കാരണം അത്യാവശ്യം ഒരു ആക്ഷൻ ഫിലിം പോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. അതായത് DMKക്ക് ഒരു പുതു ഊർജം കൊടുക്കുക, ഒരു യുവത്വം കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് ഉദയനിധി സ്റ്റാലിൻ മാറിയാൽ അവിടെ ഈ DMK കുറച്ചുകൂടെ ഒന്ന് ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ അപ്പോഴേക്കും ഈ ഒരു സൈഡിൽ ഉദയനിധി സ്റ്റാലിനും മറു സൈഡിൽ അണ്ണാമലയായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യും. ഇവിടെയാണ് വിജയുടെ സ്റ്റാൻഡ് ഇത് വരുന്നത്. വിജയും കൂടെ ഉദയനിധിയോട് കൂടെ നിന്ന് അണ്ണാമലയോട് ഫൈറ്റ് ചെയ്യാൻ പോയ അണ്ണാമലയ്ക്ക് വലിയ ശക്തി കൂടിയില്ലെങ്കിൽ ഉള്ള ശക്തി കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും സ്റ്റാലിനെയും വിജയെ പിന്തുണയ്ക്കുന്നവരൊന്നും അല്ലല്ലോ. അപ്പൊ അവരോട് എതിർപ്പുള്ള ഒരു വിഭാഗത്തിന് പിന്നെ കണ്ണും പൂട്ടി അണ്ണാമലയുടെ കൂടെ നിൽക്കാൻ കഴിയും. ഇതാ ഞാൻ പറഞ്ഞത്. ഈ നമ്മള് ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ കോൺഗ്രസിന്റെ അതേ അവസ്ഥയാണ് ശരിക്കും ഇപ്പൊ വിജയിക്കുള്ളത്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ CPM-നെതിരെയോ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയോ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം. കാരണം പറഞ്ഞു കഴിഞ്ഞോണ്ട CPM പറയും BJPയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, BJP വെള്ളപൂശമാണ്. ആ ചീത്തപ്പേര് ഒഴിവാക്കാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് വന്നാലും ഇവരെ കുറ്റപ്പെടുത്താൻ പോകും. കാരണം ഈ രണ്ടു കൂട്ടരും ചെയ്യുന്ന പണി എന്താ? BJPയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്തായി? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ എന്തായി? ഇവർക്ക് കുറ്റപ്പെടുത്താൻ ജനം അതിലേക്ക് നിന്നു കൊടുക്കണമെന്നില്ല. എന്തായി? കാര്യം എന്തായി? അവര് ഒരിടത്ത് രണ്ടാമതെത്തി, ഒരിടത്ത് ജയിച്ചു, പല മണ്ഡലങ്ങളിലും അവർ വലിയ രീതിയിൽ വോട്ട് ഉയർത്തി, അല്ലേ? ഈ രണ്ടെണ്ണന്മാരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി രാവിലെ തൊട്ട് വൈകുന്നേരം അവർ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ നടക്കുന്ന അഴിമതികള് വാർത്തകളാകുന്ന മാധ്യമങ്ങൾക്ക് അറിയാം. അവന്റെ ദൈനംദിന കാര്യങ്ങൾ അവൻ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന വൃത്തികേടുകൾ അവനറിയാം. റോഡിൽ കൂടെ നടക്കുന്നപ്പോ വൃത്തികേടുകൾ അവനറിയാം. അവനിത് ആരോട് പറയും? അവന് പറയാനൊരു സ്പേസ് ഇല്ല. അങ്ങനെ നോക്കുമ്പോഴാണ് BJPക്കാരുടെ മിടുക്കൊണ്ടല്ല, അവർ നോക്കുമ്പോൾ നമ്മളായാലും നോക്കുമ്പോൾ വിചാരിക്കും തമ്മിൽ ഭേദം തൊമ്മൻ ഇങ്ങനെ ഇരിക്കട്ടെ, വ്യത്യസ്തമായ ഒരു പാർട്ടി, നമ്മൾ ഇതുവരെ കുത്താത്ത ഒരു ചിഹ്നം താമര വെച്ചേക്കാം, ഒരു കുത്തങ്ങ് കുത്തും. അരിവാളിനും കൈപ്പത്തിക്കും കുത്തി അവൻ ആ കരിപ്പെല്ലാം കൂടെ തീർന്ന് താമരയ്ക്ക് കുത്തും.
ഇത് കാണുമ്പോൾ BJP കരുതരുത് ഇത് തങ്ങളെ അന്ധമായി വിശ്വസിക്കുന്ന വലിയ ശക്തമായ അണിയൊന്നുമല്ല. ഈ അണിയൊക്കെ നാളെ മറ്റുള്ളവർ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ അങ്ങോട്ട് പോകാൻ യാതൊരു മടിയും ഉണ്ടായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ. ഇതേ ഒരു നില തന്നെയാണ് ഈ വിജയ്ക്ക് തമിഴ്നാട്ടിലുള്ളത് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു അദ്ദേഹം പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ അത് മാത്രമല്ല, വിജയ് അങ്ങനെ വലിയൊരു പ്രാസംഗികനോ ആളെ കയ്യിലെടുക്കുന്ന പ്രാസംഗികനോ ഒന്നുമല്ല. അദ്ദേഹം വരുമ്പോൾ ആള് കൂടുന്നുണ്ട്. അദ്ദേഹം വരുമ്പോൾ എനിക്ക് തോന്നുന്നു രജനീകാന്ത് കുറച്ചുകൂടെ സംസാരിക്കാൻ മിടുക്കനാണ്. പക്ഷെ ഈ വിജയ് എന്ന് പറഞ്ഞാൽ അത്രയും സംസാരിക്കാൻ മിടുക്കനല്ല. കാരണം അവിടെ എനിക്ക് തോന്നുന്നു തമിഴ്നാട് പൊളിറ്റിക്സിൽ ഈ സിനിമാ താരങ്ങൾ വന്നതിൽ കുറച്ചെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു. ജയലളിതയും കരുണാനിധിയും മാത്രമല്ല ഞാൻ പറയാം, പുതിയതായിട്ട് നമ്മുടെ അറിവിൽ വന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വിജയകാന്ത് ക്യാപ്റ്റൻ കുറച്ച് ക്ലച്ച് പിടിച്ചാണ്. ക്യാപ്റ്റൻ ക്ലച്ച് പിടിക്കാൻ ഒരു കാരണം വെച്ചാൽ ക്യാപ്റ്റന്റെ സമുദായമായിരുന്നു. അദ്ദേഹത്തിന്റെ ജാതി അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ചു നിന്നു. പിന്നെ ക്യാപ്റ്റനോട് ഉണ്ടാകുന്ന ഒരു സ്നേഹം അത് അദ്ദേഹത്തിന് നന്നായിട്ട് മുതലെടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹം തന്നെ അത് മുതലെടുത്തത് മിക്കവാറും ഒക്കെ ഈ സിനിമയുടെ ആക്ഷൻ സീനുകളൊക്കെ, ഈ റാലികൾ, അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ സിനിമയുടെ അദ്ദേഹത്തിന്റെ ആക്ഷൻ സീനുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഈ സുരേഷ് ഗോപി ചില മീറ്റിങ്ങിലൊക്കെ പറയുന്നില്ല, പുല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സിനിമ ഡയലോഗില്ലേ, ഇതേപോലെ ചില ആക്ഷൻ സീനുകളൊക്കെ ഈ വിജയകാന്ത് പലയിടത്തും പ്രസംഗ മധ്യയൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ആ സീൻ കാണിക്കുകയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇപ്പോ അണ്ണാമലയുടെ പുതിയ നീക്കം എന്താണ് ചേട്ടാ? അണ്ണാമല നമ്മളിപ്പോ ചിത്രത്തിൽ നിന്ന് ഔട്ടായ പോലെയാണ് പല ആൾക്കാരും പറയുന്നത്. അണ്ണാമലയെ കാണാനില്ല, ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷെ അവിടെ 18% വോട്ട് പിടിച്ചത് ആരും എടുത്ത് പറയുന്നില്ല. അണ്ണാമലയുടെ പുതിയ നീക്കം എന്താണ്? സത്യത്തില് അണ്ണാമല എന്താണ് അവിടെ നീക്കുന്നത്? അണ്ണാമലയെ കുറിച്ച് എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. നമ്മുടെ മാധ്യമങ്ങളുടെ പൊതുവായ രീതിയുണ്ട്, തെങ്ങിക്കിടക്കുന്ന മാങ്ങയാണെന്ന് പറയുക, അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, കുറച്ചു പേരിലേക്ക് ഇത് എത്തിക്കുക. അപ്പൊ ഈ കേൾക്കുന്ന കുറച്ചു പേർക്ക് തോന്നും ശരിയാണോ, മാങ്ങയാണോ തേങ്ങയാണോ. അങ്ങനെ കുറച്ചു പേര് ഇത് കാണാൻ ചെല്ലും, കുറച്ചു പേര് അതിലിങ്ങനെ നിൽക്കും, തെങ്ങിൽ മാങ്ങ പിടിച്ചോ എന്നുള്ളത്. ഇത് സത്യം അറിയാതെ കുറച്ച് മാധ്യമങ്ങൾ എഴുതും, സത്യം എഴുതുന്നു. എല്ലാവർക്കും സത്യം അറിയാം, പക്ഷെ സത്യം എഴുതുന്ന കുറെ മാധ്യമങ്ങളാണ്. പിന്നെ ഇത് മാങ്ങയാണോ തേങ്ങയാണോ എന്ന് നോക്കാൻ ചെല്ലുന്നവനും കാര്യം മനസ്സിലാകും. അപ്പോഴത്തേക്കും ഈ ഒരു പ്രചരണം എല്ലായിടത്തും പോകും. ഈ അണ്ണാമല പൊളിറ്റിക്സിൽ വന്നത് മുതൽ എല്ലാ മാധ്യമങ്ങളും അണ്ണാമലയ്ക്കെതിരാണ്. അവര് പറഞ്ഞൊരു കാര്യം വളരെ രസകരമായ കാര്യമാണ്. അവര് പറഞ്ഞത് അണ്ണാമലയുടെ യാത്ര ചീറ്റിപ്പ്, അണ്ണാമലയുടെ യാത്ര 8 നിലയിൽ പൊട്ടി, അണ്ണാമല തകർന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ 3.77% വോട്ടാണ് തമിഴ്നാട്ടിൽ നാളിതുവരെ BJPക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ചോദിക്കും BJPക്ക് എംപിമാരുണ്ടായില്ലാണ്? DMKയുടെ ADMKയുടെ കൂടെ നിന്ന് എംപിമാരുണ്ടായിട്ടുണ്ട്. പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരി ജയിക്കുമ്പോഴേ ADMKയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഈ അതൊന്നുമില്ലാതെ തന്നെ 11 ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് തമിഴ്നാട്ടിൽ രണ്ടാമതെത്താൻ കഴിഞ്ഞു. അപ്പൊ ആ അണ്ണാമലയുടെ യാത്രയ്ക്ക് പ്രയോജനമില്ലാഞ്ഞിട്ടാണ്? പ്രയോജനമില്ലാഞ്ഞിട്ടല്ല, അണ്ണാമലയുടെ ഒറ്റ ഒരു കഴിവ് തന്നെയാണ് ആ ഒരു കയറ്റം കയറിയത്. കാരണം അവിടെ എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള BJP നേതാക്കളുണ്ട്. അവർക്കൊന്നും പറ്റാത്തതല്ലേ അണ്ണാമല കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് തമിഴ്നാട്ടിൽ മാറ്റിമറിച്ചത്. അപ്പൊ അണ്ണാമല ഒരു പരാജയമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കഥയില്ല. പിന്നെ ആളുകൾ പറഞ്ഞു അണ്ണാമല കോയമ്പത്തൂർ തോറ്റില്ലേ? ഈ കേരളത്തിലടക്കം പ്രമുഖരായ പല നേതാക്കളും തോറ്റില്ലേ? രാഷ്ട്രീയത്തിലെത്തിയിട്ട് ഉള്ള വലിയ പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ അത്രയൊക്കെ അവരുടെ പാർട്ടിയെ എത്തിക്കുകയും ചെയ്ത ആള് പോക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് കോയമ്പത്തൂർ കണക്കുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ അവരുടെ സഖ്യകക്ഷികൾ പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അപ്പം അദ്ദേഹത്തിന്റെ ഒരു യാത്ര വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. അതിന്റെ തുടർച്ച എന്നോണം ഇപ്പോൾ ഈ BJP ഒരു വലിയ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു വലിയ യാത്ര എന്ന് പറഞ്ഞാല് ഈ അണ്ണാമല ഓരോ ഗ്രാമത്തിലും പോയി ഒരു ദിവസം തങ്ങുന്ന ഒരു പരിപാടി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ വെച്ച് തങ്ങുന്നു. ഏതാണ്ട് 600-ന് മുകളിൽ ഗ്രാമങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അത്രയും ദിവസം അദ്ദേഹത്തിന് തങ്ങാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. ഏതാണ്ട് ഒരു 10-250 ഗ്രാമങ്ങളിൽ അദ്ദേഹം ഒരു ദിവസം തങ്ങിയാൽ തന്നെ അതൊരു വലിയ ഇമ്പാക്ട് BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ പോകുന്ന ഗ്രാമങ്ങളെല്ലാം തന്നെ BJP ശക്തമല്ലാത്ത ഗ്രാമങ്ങളാണ് അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ അദ്ദേഹം പോയി സ്വാഭാവികമായിട്ട് അണ്ണാമലയെ പോലെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ആള് പോകുമ്പോൾ സ്വാഭാവികമായി മീഡിയാസ് പോകും, വലിയ ജനക്കൂട്ടം വരും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഒരു വലിയ ഒരു ഓളം അദ്ദേഹത്തിന്റെ യാത്ര. കാരണം അദ്ദേഹം ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരൻ അല്ലാത്തത് കൊണ്ട് കൃത്യമായി തന്നെ അത് എങ്ങനെയാണ് പുള്ളി പോകുന്നത് പറയാം. ചിലപ്പോൾ യാത്ര ഇടയ്ക്ക് തന്നെ വണ്ടി നിർത്തിയിട്ട് വയലിൽ ചെല്ലുക, അവരോടൊപ്പം കൃഷി, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ ഗ്രാമത്തിലും പുള്ളി ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും BJP ആകുമെന്നല്ല, BJPക്ക് അവിടെ യൂണിറ്റ് ഇടുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതായത് കുറച്ച് പേരെ അണ്ണാമല എന്താണെന്നും BJP എന്താണെന്നും കൃത്യമായ ഒരു സന്ദേശം, ഒരു പ്രചരണം തന്നെയാണ് അവിടെ പുള്ളി തുടങ്ങി വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിനോടൊപ്പം തന്നെ RSS ഒരു നീക്കം തമിഴ്നാട്ടിൽ നടത്തുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അവരുടെ ശാഖകൾ എല്ലാ ഗ്രാമങ്ങളിലും തമിഴ്നാട്ടിൽ എത്തിക്കാനുള്ള ഒരു പ്ലാൻ, അതൊരു വലിയ ഒരു യോഗവും മറ്റുമൊക്കെ കുറച്ചാൾ മുമ്പ് കൂടിയിരുന്നു. എക്കണോമിക്സ് ടൈംസ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നു.
അപ്പൊ അതും കൂടി ഇതിനകത്തുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. അതായത് അണ്ണാമല ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗം തന്നെയാണ്. അവിടെ നിന്ന് ഇളക്കി മറിക്കുക, യൂണിറ്റ് ഇല്ലാത്തത് യൂണിറ്റ് ഇടുക. ഇതോടൊപ്പം തന്നെ RSS പതുക്കെ പതുക്കെ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു യാത്രയെയും മാധ്യമങ്ങള് വലുതായിട്ട് ഉയർത്തി കാണിക്കാൻ സാധ്യതയൊന്നുമില്ല. അണ്ണാമല പൊളിഞ്ഞു എന്ന് പറയും, ഒന്നും പൊളിഞ്ഞിട്ടില്ല. ഇനി എന്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻപെന്ന് പറഞ്ഞാല് ഈ ADMKയുടെ ഓഫീസിന്റെ പുറത്ത് ഇങ്ങനെ ADMK നേതാക്കളുടെ വിളിയും പ്രതീക്ഷിച്ച് BJPയുടെ ദേശീയ നേതാക്കൾ നിന്നിരുന്ന കാലമുണ്ടായിരുന്നു. ആ കാലം മാറിയിരിക്കുന്നു. ഈ വരാൻ പോകുന്ന നിയമസഭയിൽ ഉറപ്പായും ADMK BJPക്കാരെ വലിയ സ്നേഹത്തിൽ തന്നെ ക്ഷണിക്കുക തന്നെ ചെയ്യും. കാരണം ഇവർക്ക് രണ്ടുപേർക്കും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇനി അവിടെ ഭരണം കിട്ടത്തുള്ളൂ. ഇവർ സ്പ്ലിറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാല് അതാ ഞാൻ പറഞ്ഞത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു കൂട്ടരും പിടിച്ച വോട്ടിംഗ് ശതമാനം ഒരു പേപ്പറിൽ എഴുതി ഒന്ന് കൂട്ടി നോക്കിയിട്ട് BJPക്ക് ഏതാണ്ട് 19% വോട്ട് BJP പിടിച്ചിട്ടുണ്ട് NDA മുന്നണി. ആ ചിലയിടത്തൊക്കെ അത് 22% വോട്ടാണ് ചില മണ്ഡലത്തിലൊക്കെ പിടിച്ചിരിക്കുന്നത്. അവിടെ ADMK ഏതാണ്ട് 16 to 18% വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് കൂട്ടുമ്പോൾ 40% വോട്ട് രണ്ടുപേർക്കും കൂടെ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഈ ഇത്രയും വോട്ട് DMK മുന്നണിക്കില്ല. അതും കൂടെ നമ്മൾ പരിശോധിക്കണം. ചിലയിടത്തൊക്കെ DMK മുന്നണി 37% 38% വോട്ടേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പഞ്ചാബിലായാലും ഇവിടെ ആയാലൊക്കെ ഈ സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെതായ ചോർച്ച. അപ്പൊ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു മുന്നണിയിൽ നിൽക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒന്നുകിൽ അവര് ഒരു മുന്നണിയിൽ നിൽക്കാതെ സ്പ്ലിറ്റ് ആയിട്ട് മത്സരിക്കുക, തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മുന്നണി രൂപീകരിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ സാഹചര്യം കുറവാണ്. ഈ BJP വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സഖ്യം പിരിച്ചുവിടും. എല്ലാവരും അപ്പന മത്സരിക്കും എല്ലാ സ്റ്റേറ്റിലും. ജയിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇവർ ഒന്നിച്ചു കൂടും. ഈ മേഘാലയയിലും മിസോറാമിലൊക്കെ ഈ പണി തന്നെ ഇവരെല്ലാം ചെയ്യുന്നത്. കാരണം അപ്പോഴെന്താ വെച്ചിട്ട് പാർട്ടിയിൽ പെടുന്ന എല്ലാ നേതാക്കൾക്കും സീറ്റ് കിട്ടും, പ്രശ്നങ്ങളില്ല. BJP ചീത്ത വിളിക്കാം, BJPക്ക് തിരിച്ചും ചീത്ത വിളിക്കാം, എല്ലാം ഫ്രീ, സർവ്വ സ്വതന്ത്രമാണല്ലോ. അപ്പൊ അതാണ് അതിനകത്ത് ഒരു രാഷ്ട്രീയം. അണ്ണാമല എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ല ഇന്ന് തമിഴ്നാട്ടിൽ എന്നുള്ള കാര്യം അദ്ദേഹം പ്രൂവ് ചെയ്യിച്ചു. അദ്ദേഹത്തിന്റെ യാത്ര പൊളിഞ്ഞു എന്ന് പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. അദ്ദേഹം തകർന്നു എന്ന് പറയുന്നത് തകർന്നു. പക്ഷെ ആ അവിടുത്തെ വോട്ടിംഗ് പെർസെന്റേജ് ഈ 11 ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടാമതെത്തുക ചെറിയ കാര്യമല്ലത്. ആരുടെ സപ്പോർട്ട് ഇല്ലാതാണ്. അതായത് ആ മുന്നണിയിലുണ്ടായിരുന്ന തമിഴ്നാട്ടിലെ NDA മുന്നണിയിലുണ്ടായിരുന്ന ഏത് ഘടകകക്ഷിയുണ്ട്? അൻപുമണി രാമദാസിന്റെ പാർട്ടി ഒരു മണ്ഡലത്തിൽ എങ്ങാണ്ടാണ് അല്പം ഹോൾഡ് ഉള്ളത്. വേറെ ആർക്കൊണ്ടാണ് അത് കരുത്തുള്ളത്? അല്ലാതെ സഖ്യകക്ഷിയുടെ പേര് പോലും വ്യക്തമായിട്ട് ആർക്കും അറിയത്തില്ല. അപ്പം അതൊരു നേട്ടം തന്നെയാണ്. അണ്ണാമല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും കാണുന്നത് അണ്ണാമലയെ കേന്ദ്രം മാറ്റാത്തതും അണ്ണാമലയ്ക്ക് എല്ലാ പിന്തുണ നൽകുന്നതും അണ്ണാമല കൊടുത്ത ഒരു പ്രൊജക്ട് കേന്ദ്രത്തിൽ അണ്ണാമല പാർട്ടി ജോയിൻ ചെയ്യുമ്പോൾ നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്ക് മുമ്പിൽ അണ്ണാമല കൊടുത്ത ഒരു റൂട്ട് മാപ്പുണ്ട്. താൻ എങ്ങനെ സഞ്ചരിക്കുമെന്നും ഏത് രീതിയിൽ പോകുന്നു. അത് അണ്ണാമല തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. താൻ ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റിട്ടിരിക്കുന്നത് ദോശ ചൂടാനല്ല എന്ന് പുള്ളി ഒരു ബൈറ്റ് മാധ്യമങ്ങൾ കൊടുത്ത ബൈറ്റ് ഉണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ എല്ലാ യൂട്യൂബിലും ഉണ്ട്. ദോശ ചുടാനല്ലപ്പ ഞാൻ ഇവിടെ കയറിയിരിക്കുന്നത് എന്ന് പുള്ളി പറയുണ്ടായി. പാർട്ടി ലീഡേഴ്സിനെ കുറച്ചുപേരെ പുറത്താക്കുകയൊക്കെ ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു വലിയ ഒരു പ്ലാനിങ് ആണ്. അത് എനിക്ക് തോന്നുന്നത് പൊങ്കല് കഴിഞ്ഞിട്ട് ആ യാത്ര തുടങ്ങും. അത് ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ തങ്ങിക്കൊണ്ട് അവിടെ BJPക്ക് കുറച്ച് പേരോട്ടം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു മുന്നേറ്റമാണ്. കാരണം ഇപ്പോഴുള്ള അവരുടെ ഈ വോട്ടിംഗ് പെർസെന്റേജ് ഉറപ്പായും അടുത്ത നിയമസഭ വരുമ്പോൾ കൂടും. കാരണം ഇവരുടെ വോട്ടിങ്ങിന്റെ പിന്നിൽ, അതായത് ഇവരുടെ വോട്ടർമാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്കും ഈ ADMKയിലുള്ള സ്ത്രീകളുണ്ട്, സ്ത്രീ വോട്ടർമാര് ADMKയുടെ കൂടെ നിൽക്കുന്നു. ഈ സ്ത്രീ വോട്ടർമാരെ വലിയ പരിധിയിൽ ആകർഷിക്കാൻ BJPക്ക് കഴിഞ്ഞു. ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഈ അണ്ണാമലയുടെ എൻമക്കൾ യാത്ര പേര് എൻമക്കൾ എന്നുള്ള ആ യാത്ര ഉടനീളം ശ്രദ്ധിച്ചാൽ മതി. അതൊരു പൊളിറ്റിക്കൽ സാധാരണ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നടത്തുന്ന ഒരു യാത്ര പോലെ ആയിരുന്നില്ല. അണ്ണാമലയെ വഴിയരികിൽ നിൽക്കുന്നവരുടെ നിവേദനം വാങ്ങുകയും അപ്പോൾ തന്നെ അതിന് ബന്ധപ്പെട്ട അധികാരികളെ വിളിക്കുന്നുണ്ട്. പോലീസ് കേസ് ആയാലും സിവിലിന്റെ ആയാലും ഇല്ലെങ്കിൽ പഠിക്കാനുള്ള കുട്ടികൾക്ക് സാമ്പത്തിക സഹായത്തിന്റെ ആയാലും അഡ്മിഷന്റെ കാര്യത്തിലായാലും ഒക്കെ സജീവമായി ഇടപെട്ടുകൊണ്ടാണ് ആ യാത്ര മുമ്പോട്ട് പോകുന്നത്. ഇത് വലിയൊരു അളവ് വരെ ഈ ADMKയിൽ പെടുന്ന സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് പറയാൻ കാരണം ഈ സ്ത്രീ വോട്ടർമാർക്കുള്ള കേന്ദ്ര ഈ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, ആനുകൂല്യങ്ങളൊക്കെ, അതൊക്കെ കുറച്ചെങ്കിലും, വലിയ രീതിയിലുള്ള കുറച്ചെങ്കിലും ഒക്കെ ഈ അണ്ണാമലയുടെ യാത്രയിൽ ഇടയ്ക്ക് അത് നടപ്പാക്കി കൊടുക്കും. കാരണം ഈ കേന്ദ്രത്തിൽ കിട്ടേണ്ട ചില പദ്ധതികളൊക്കെ ഉണ്ട്, ഈ വനിതകൾക്ക് കിട്ടേണ്ട, അതുപോലൊക്കെ നടത്താക്കി കൊടുത്തോടുകൂടി ഈ ADMKയിൽ ഈ ജയലളിത പോയതിനു ശേഷം അനാഥമായി പോയവരാണ് ADMKയുടെ അണികൾ കൂടുതൽ പേര്. അങ്ങനെ ADMKയിലുള്ള ഒരു വനിതാ പ്രവർത്തകർ കൂടുതൽ ഈ അണ്ണാമലയ്ക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഈ കണ്ട 18 സംതിങ് എന്ന് പറയുന്ന ശതമാനം വോട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അണ്ണാമലയുടെ ഈ ഒരു യാത്ര ഒരു വിജയം തന്നെ ആയിരിക്കും. അത് യാതൊരു തമിഴ്നാട്ടിലെ പൊളിറ്റിക്സിൽ ഇപ്പൊ തലപ്പൊക്കമുള്ള ആരുമില്ല.
ജയലളിത കരുണാനിധി കഴിഞ്ഞതോടുകൂടി, ആ യുഗം കഴിഞ്ഞതോടുകൂടി ഇപ്പൊ ആകെയുള്ളത് സ്റ്റാലിനാണ്. സ്റ്റാലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനാരോഗ്യം ഒരു വിഷയമാണ്. അദ്ദേഹത്തിന്റെ ഇത് ഇനിയിപ്പോ വരാൻ പോകുന്നത് ഉദയനിധി സ്റ്റാലിൻ വന്നാലും ഉദയനിധി സ്റ്റാലിൻ, അണ്ണാമലൈ, വിജയ് ഇതെല്ലാം പുതിയ ടീമുകളാണ്. അതായത് പഴയ ആ ഒരു തലപ്പക്കമുള്ള നേതാക്കൾ തമിഴ്നാട്ടിൽ നിന്ന് പടിയിറങ്ങി കഴിഞ്ഞു. തമിഴ്നാട്ടിന്റെ ആ പഴയ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നു. തമിഴ്നാട് ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ അണ്ണാമല ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമല ആയിരിക്കും അവിടുത്തെ ഒരു പൊളിറ്റിക്കിന്റെ മെയിൻ കളിക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഞാൻ BJP ഭരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. കിങ് മേക്കർ എന്ന് പറയാനും കഴിയില്ല, എന്നാൽ പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമായിരിക്കും. ഗെയിം ചേഞ്ചർ ആയിട്ട് വരാനുള്ള സാധ്യത. എന്ന് വെച്ചാൽ BJP ഒറ്റയ്ക്ക് അധികാരം പിടിക്കുമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ വേറൊരു നീക്കം കൂടെ സമാനമായ രീതിയിൽ നടക്കുന്നുണ്ട്. അത് ഇപ്പൊ തുടങ്ങിയതല്ലേ, ഏതാണ്ട് ഒരു വർഷമായിട്ട് നടക്കുന്ന നീക്കം. അവിടെ ഈ അണ്ണാമലയുടെ മറ്റൊരു പ്ലാൻ ഉണ്ട്. ഈ പ്രതിപക്ഷത്തേക്ക് വരിക BJP തമിഴ്നാട് ഇലക്ഷന് മുമ്പ് തന്നെ. അപ്പം ഒന്ന് പുറമെ നിന്ന് അവരൊരു പ്രതിപക്ഷം പോലെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. കാരണം DMKക്കെതിരെ തമിഴ്നാട്ടിൽ സംസാരിക്കുന്ന ഒരേ ഒരു പാർട്ടി BJP, ഒരേ ഒരു ലീഡർ അണ്ണാമലയാണ്. അവരൊക്കെ ഒരു വർഷം മുമ്പ് തമിഴ്നാട്ടിലെ 10-17 കോൺഗ്രസ് MLA-മാരുണ്ട് ഈ DMK സർക്കാരിൽ. അപ്പൊ അതിനകത്ത് 8-9 പേരുമായിട്ട് ഇവർ രഹസ്യ ചർച്ചയൊക്കെ നടത്തി. അതായത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റുള്ള ചെറുകക്ഷികളെ, ഈ നിയമസഭയിലെ ചെറുകക്ഷികളെയും മറ്റുള്ളവരെയൊക്കെ പിളർത്തിയോ അടർത്തിയോ ഒക്കെ കൂടെ കൊണ്ട് വന്നിട്ട് ഒരു നമ്പർ തെളിയിക്കുക നിയമസഭയിൽ. ഒപ്പം തന്നെ പുറത്തും ഫൈറ്റിംഗ് ശക്തമാക്കുക എന്നതായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJP അവിടെ നിന്ന് അടർത്തി മാറ്റാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പോലും ഇതൊക്കെ ഇങ്ങനെ വലിയ പ്ലാനിങ്ങോടെയാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. അതായത് അണ്ണാമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ട് മുമ്പോട്ട് പോകും. ഞാൻ പറഞ്ഞു ഇനി അവിടത്തെ പൊളിറ്റിക്സ് അണ്ണാമല, ഉദയനിധി സ്റ്റാലിൻ, അവിടത്തേക്ക് വിജയ് വരികയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമേ വിജയ്ക്ക് ഉണ്ടാവുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ വിജയുടെ നിലപാട് കണക്കിരിക്കും. വിജയുടെ പാർട്ടി മുമ്പോട്ടാണോ പുറകോട്ടാണോ. ഇതിനേക്കാൾ വലിയ ഓളം ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ വന്നവരൊക്കെ ചുറ്റി പോയിട്ടുമുണ്ട്. വിജയ്ക്ക് എനിക്കറിയില്ല അതെ പറ്റുമോ ഇല്ലെന്നുള്ളത്. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ഇറങ്ങി കഴിഞ്ഞു. ഇനി തളപതി 69 കൂടെ മാത്രമേ വിജയ് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ അതിനിടയിൽ വിജയ് ശങ്കറുമായിട്ട് ചേർന്ന് തളപതി 70 എന്ന് പറഞ്ഞൊരു പ്രോജക്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും ചെയ്യുന്നുണ്ട്. ഉദയനിധി സ്റ്റാലിൻ അവിടെ ഉപമുഖ്യമന്ത്രിയാകാൻ പോകുന്നു. 22-ാം തീയതി സ്റ്റാലിൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ മകനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കുമെന്ന് പറയുന്നുണ്ട്. അത് പോരാത്തതിന് ഇപ്പോൾ അണ്ണാമലൈ പുതിയ യാത്ര തുടങ്ങാൻ പോകുന്നു. വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. അപ്പൊ തമിഴ് രാഷ്ട്രീയം മൊത്തത്തിൽ കലങ്ങി മറിയുകയാണ്. 2026 അവരുടെ തെരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. സംഭവിക്കുക എന്ന് ചെയ്യും. അത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അതിന്റെ ചില വശങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ചിലപ്പോ എല്ലാം തലകീഴായി മറിഞ്ഞെന്നും വരാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബിജുട്ടാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.